ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സൺ ഡയറക്റ്റ് വീട്ടിലെ കംപ്ലൈൻ്റ് ആയിട്ട് എപ്പോഴും സിഗ്നൽ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഒക്കെ നമ്മളൊരു പട്ടികയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൂതലിച്ചിട്ട് ആകെ നാശമായിട്ട് അങ്ങനെ ഇളക്കൊക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ പോവുക അങ്ങനെയുള്ള കട്ടിങ്ങൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു ആംഗിളിലേക്ക് വെക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ LNB നമുക്ക് ചേഞ്ച് ചെയ്യണം. LNB ഇതിൻ്റെ മുകളിലൊരു കവറിങ് വരും. അപ്പോൾ ആ കവറിങ് കൂടി പോയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് സിഗ്നൽ പോകുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വെക്കാനാണ് പ്ലാൻ ചെയ്യണത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സിഗ്നലും കാര്യങ്ങളൊക്കെ നന്നായി കിട്ടുന്ന ഒരു ഏരിയയാണ്. പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്ക് ഈ ഡിഷിൻ്റെ ആംഗിൾ ഇങ്ങോട്ടാണല്ലോ. നമ്മൾ വിചാരിക്കും ബാക്കിൽ നിന്നാണ് വരുന്നത്, ഈ സൈഡിൽ നിന്നാണ് വരുന്നത് സിഗ്നൽ എന്നുള്ളൊരു ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. അപ്പം അങ്ങനെയല്ല, ഇത് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യണത്. ഈ LNB വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ചേഞ്ച് ചെയ്തിട്ട് മാറ്റാണ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഓടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താൽക്കാലികമായിട്ട് വെച്ചിറക്കുകയാണ്. സിഗ്നൽ ഇടയ്ക്കിടയ്ക്ക് പോകണ കാരണം ഇതൊക്കെ ഊരിയെടുക്കണം. വിളക്കും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ബോൾട്ട് ഉണ്ടല്ലോ, ഈ ഭാഗത്തെ ബോൾട്ടും ഈ 2 ബോൾട്ടും അയക്കണം. അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മൾ 10/11 സ്പാൻഡറാണ് ഇത് രണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പൊങ്ങിയിട്ട് വരും. ടൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ആ ബോൾട്ടും കാര്യങ്ങളും ഒന്നുകൂടി ലൂസാക്കി കൊടുക്കുക. മൊത്തത്തിൽ അത് അഴിഞ്ഞു പോകുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളതും കൂടി ഇളക്കി മാറ്റുകയാണ്. താൽക്കാലികമായിട്ട് ആണിയൊക്കെ അടിച്ചിട്ടാണ് സെറ്റ് ചെയ്തിറക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഊരി മാറ്റണം. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഈ ഒരു ആംഗിളിലേക്ക് ഫിക്സ് ചെയ്യണം. ഈ ഒരു ആംഗിളിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം. നമ്മുടെ പാരപ്പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ നമുക്ക് സിഗ്നൽ അത്യാവശ്യം കിട്ടുന്ന ഒരു ഏരിയയും കൂടി ആയിരിക്കണം നമ്മളത് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കത് ഈ ഒരു സ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഈ ഒരു ലെവലിൽ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് വളച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചുറ്റിക ഹാമർ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാം. അത് ഇങ്ങനെ പരത്തിയിട്ട് നമ്മളിങ്ങനെ വെച്ചിറക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ട് ബോൾട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഒന്നുകൂടിയും വളയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡും ഏകദേശം സെറ്റായി വരും. സ്റ്റഡിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഡിഷ് സിഗ്നലിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. പാനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളിത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീലാണി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഹോള് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു ഹോള് നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുണ്ട്. അതേപോലെ ഇവിടുത്തെ ഹോള് മൊത്തം 4 ഹോളുണ്ടാവും. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാർക്കിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഹോളടിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 10mm ബിറ്റാണ് യൂസ് ചെയ്തിറക്കുന്നത്. 10mm പ്ലഗും വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഹോളിലേക്ക് നോക്കിയിട്ട് ഡ്രില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 2 ഹോളുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ ഹോളിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 10mm പ്ലഗ് വാങ്ങിയിട്ടുണ്ട്. 4 നമുക്ക് ആവശ്യമുണ്ട്. അത് 4ഉം നമ്മൾ ആ തുളച്ച ഹോളിലേക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. നമുക്ക്
സൈഡിലും ഇതേപോലെ 2 ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ആദ്യം ഇതിൽ ഘടിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 2 സൈഡും ഈ ഒരു ബോൾട്ട് ഉണ്ടല്ലോ, ഈ അടിത്തെ സ്റ്റാൻഡിൻ്റെ ബോൾട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആവേണ്ട ഒരു ആവശ്യമുണ്ട്, ഇത് ടൈറ്റ് ആവണ വരെ. അപ്പോൾ അത് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ത്രെഡ് സ്ക്രൂ വാങ്ങിയിട്ടുണ്ട് 2 ഇഞ്ചിൻ്റെ. ആണോ, ഇത് നമുക്ക് ബോൾട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. പ്ലഗിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സൈഡും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചിറ്റിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കുറച്ച് ഫുള്ളായിട്ട് തട്ടണമെന്നില്ല, പിന്നെ സ്റ്റാൻഡറായിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെൽഫ് ത്രെഡ് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് 8-ൻ്റെ സ്പാൻഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് 2 സൈഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഒരു സ്റ്റാൻഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ 2 സൈഡും ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു 2 സൈഡും കൂടി ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ബോൾട്ട് നമുക്ക് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് ആമറായിട്ട് കുറച്ച് ഒന്ന് കയറ്റി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ പ്ലഗിലേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പാൻഡറായിട്ട് ഈ 2 ഭാഗങ്ങളും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആണിയും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ പിന്നീട് നമുക്കിത് ഊരിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പ്രയാസമാവും. അതുകൊണ്ടാണ് നമ്മൾ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് എപ്പോഴും ഇളകാതെ വേണം നിൽക്കാൻ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളകി കഴിഞ്ഞാൽ സിഗ്നൽ വീക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണ് പലവരും ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ പോയി പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ടൈറ്റിങ് കഴിഞ്ഞു. ഇനി ഒരു ഭാഗം കൂടി അതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. പ്ലഗും കാര്യങ്ങളൊക്കെ ലൂസാവണ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലഗ് അടിക്കണതിൻ്റെ മുന്നേ ഈർക്കലേ അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണമോ കയറ്റി കൊടുത്തിട്ട് പ്ലഗ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യണ സമയത്ത് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നേരത്തെ ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് 10 സ്പാൻഡർ എടുത്തിട്ട് 2 സൈഡും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റായി. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം കൂടി ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് ഇത് ഫിക്സായി. ഇനി ഒരു ഇളക്കം സംഭവിക്കാൻ സാധ്യത ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഷ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ഈ ഒരു ഭാഗം അതിലേക്ക് ഇറക്കി കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഈ ഒരു ഭാഗം കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഇറക്കി ഉണ്ട്. നന്നായിട്ട് ഇറങ്ങാതിരിക്കുക. ഇവിടെ ഒരു ബോൾട്ടും കൂടി ഉണ്ട്. എല്ലാ ഡിഷിലും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഏതൊരു കമ്പനിയുടെ സൺ ഡയറക്റ്റ് തന്നെ ആവണമെന്നില്ല. ഏതൊരു കമ്പനിയുടെ ഡിഷാണെങ്കിലും ഇതേപോലെ നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ കേബിൾ നമ്മൾ ഊരി മാറ്റാം. ഇത് നമ്മൾ ടാപ്പ് ചെയ്തിറക്കാണ്. അപ്പോൾ അതൊന്നും ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LNB ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, LNBയുടെ കാര്യങ്ങൾ നമുക്ക് ഡാമേജ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറിയിട്ട് സിഗ്നൽ പോവാണ്. അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇത് അയച്ചെടുക്കണം. ഇത് അയച്ചെടുക്കുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതെപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ സ്ക്രൂ നമ്മൾ ആവശ്യമുള്ളതാണ്, അത് കളയരുത്. ഈ ഒരു സൈഡും കൂടി ഇതേപോലെ ലൂസ് ചെയ്യുക. ഇത് ഊരി എടുത്തിട്ട് നമ്മളതിൻ്റെ ക്ലാമ്പ് അയച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഊരി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ LNBയുടെ പൊസിഷൻ എങ്ങനെ, ഈ ഒരു കേബിൾ കൊടുക്കുന്ന പൊസിഷൻ ഏത് സൈഡിലേക്കാണെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇങ്ങോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ എടുക്കാൻ ഭയങ്കര പ്രയാസവും, കിട്ടില്ല. ഈ ഒരു പൊസിഷനിലേക്ക് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് LNB വെക്കാം. അപ്പോൾ ഇത് സൺ ഡയറക്റ്റ് ഡിഷാണ്, പക്ഷേ നമ്മൾ വാങ്ങിയത് എയർടെലിൻ്റെ LNB ആണ്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല, സൺ ഡയറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊരു LNB വേണമെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്യാം. കമ്പനിക്ക് ഡിഷിനും പ്രാധാന്യമില്ല, ഈ LNBക്കും പ്രാധാന്യമില്ല. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിനാണ് നമുക്ക് എപ്പോഴും
പ്രാധാന്യമുള്ളത്. സെറ്റ് ബോക്സ് ഏത് കമ്പനിയുടെ വെക്കണോ അപ്പോൾ അതിനാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എയർടെലിൻ്റെ ആയാലും ഡിഷ് ടിവിയുടെ ആയാലും മറ്റേത് കമ്പനിയുടെ LNB ആയാലും നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യാം. കറക്റ്റായി കിട്ടുന്ന രീതിയിൽ വേണം ഇത് കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ആവുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആ കേബിളിൻ്റെ ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പൂപ്പല എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉരച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ സിഗ്നൽ അങ്ങനെ വീക്കായി പോകണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. പിന്നെ ഇതിൻ്റെ ഇത് നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ കണക്ടറാണ് LNBക്ക് കണക്ട് ചെയ്യണത്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് നീണ്ടു നിൽക്കണത് നല്ലതാണ്. അപ്പോൾ അത് ഇതിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോളുണ്ടാവും ഈ സൈഡിൽ, അതിലേക്ക് കറക്റ്റായി കയറുന്ന രീതിയിൽ ആക്കിയിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒരു ജസ്റ്റ് നേരത്തെ അടിച്ച പോലെ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ അടിക്കാം. അപ്പോൾ അത് നമ്മൾ സിഗ്നൽ കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ സിഗ്നൽ പിടിക്കുമ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ പൊസിഷനിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് സിഗ്നൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമുക്കത് സിഗ്നൽ എടുത്തതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ കാണിക്കണുള്ളൂ. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് അത് മനസ്സിലാക്കുക എങ്ങനെ സിഗ്നൽ എടുക്കുന്നത്. നമ്മൾ വീഡിയോ കോൾ കണക്ട് ചെയ്തിട്ടാണ് അടിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ്. നമ്മൾ മീറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അധികം ചെയ്യാറില്ല. കാരണം അത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് സിഗ്നലും കാര്യങ്ങളും എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സിഗ്നലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നേരത്തെ പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ടാപ്പ് അല്ലെങ്കിൽ കേബിൾ ടൈയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡിഷും കാര്യങ്ങളൊന്നും ഇളക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ സിഗ്നലും കാര്യങ്ങളും എടുക്കണ കാര്യങ്ങൾ കൂടുതൽ കാണിക്കാഞ്ഞത് നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ നോ സിഗ്നലിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ തീർക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അത് നമ്മൾ ആ വീഡിയോസ് കണ്ടിട്ട് കൂടുതൽ മനസ്സിലാക്കുക, നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.